ധർമ്മസ്ഥല ബംഗളക്കുന്നിലെ മാർക്ക് ചെയ്യാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ മനുഷ്യാസ്ഥികൂടങ്ങൾ. പോയിന്റ് 3ഉം 6ഉം പോലെ ഭീതി നിഴലിക്കുന്ന പ്രദേശമാണ് വനത്താൽ ചുറ്റപ്പെട്ട ബംഗളക്കുന്ന്. ഒരു പൂർണ്ണ അസ്ഥികൂടവും തലയൊട്ടിയും കൂടുതൽ പേരുടെ അസ്ഥികളും ഇവിടെ നിന്ന് കണ്ടെത്തിയതോടെ കൊലപാതക പരമ്പര നടന്നിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുകൾക്ക് ബലം പകരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാണ് SITയുടെ തീരുമാനം. അതിനിടെ 13ാം പോയിന്റിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടെന്ന അവകാശവാദവുമായി 6ഓളം സാക്ഷികൾ രംഗത്ത് വന്നു. ധർമ്മസ്ഥലയിലെ രഹസ്യങ്ങൾ പുറത്തുവരുമ്പോൾ അത് പലരെയും ഭയപ്പെടുത്തുന്നുണ്ട്. ഡി ഗ്യാങ്ങിനെ രംഗത്തിറക്കി മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനുള്ള നീക്കമുണ്ടാകുന്നു. സ്നാനഘട്ടയ്ക്ക് സമീപം നടന്ന ആക്രമണത്തിൽ 3 മാധ്യമപ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ പോയിന്റ് 3, 6, ബംഗ്ലാക്കുന്ന് എന്നിവിടങ്ങളിൽ നിന്നും നിർണായക തെളിവുകൾ ലഭിച്ചതായി സൂചന. 3ാം ദിവസം നടത്തിയ പോയിന്റ് 3ൽ 4 അസ്ഥിക്കൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം. പോയിന്റ് 6ൽ നിന്നും ഒരു മനുഷ്യന്റെ പൂർണ്ണ അസ്ഥിക്കൂടവും കണ്ടെത്തിയിരുന്നു. ലഭിച്ച വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഏകദേശം 33 വയസ്സുള്ള പുരുഷന്റെ അസ്ഥിക്കൂടമാണ് ലഭിച്ചത്. ബംഗ്ലാക്കുന്നിൽ മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്നാണ് കൂടുതൽ മനുഷ്യ അസ്ഥികൂടങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഒരു പൂർണ്ണ അസ്ഥികൂടവും തലയോട്ടിയും കൂടുതൽ പേരുടെ അസ്ഥികളുമാണ് ഇവിടെ നിന്നും ലഭിച്ചത്. ഇതിനിടെ SIT അടയാളപ്പെടുത്തിയ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള 13ാം പോയിന്റിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവു ചെയ്യുന്നത് കണ്ടെന്ന വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷി രംഗത്തെത്തി. പ്രദേശവാസികളായ 6 പേരാണ് അവകാശവാദവുമായി SITയെ സമീപിച്ചത്. അടയാളപ്പെടുത്തിയ 13ാം പോയിന്റിൽ മാത്രമാണ് ഇനി തിരച്ചിൽ ബാക്കിയുള്ളത്. അതേസമയം ധർമ്മസ്ഥലയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ ആക്രമണമുണ്ടായി. യുണൈറ്റഡ് മീഡിയ റിപ്പോർട്ടർ അഭിഷേക് ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റത്. മാരകായുധങ്ങളുമായി എത്തിയ ഒരു സംഘമാണ് ആക്രമണം നടത്തിയത്. ഡി ഗ്യാങ്ങിൽപ്പെട്ടവരാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, News 18.